ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതങ്ങളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് എപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്കായി വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നാം ദൈവത്തോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമുക്ക് മുൻപേ നടന്നവർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, അവരുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും വൻ പരീക്ഷകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവർ നമുക്ക് വേണ്ടി ഏറ്റവും ഉദാന്തമായ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായ ജീവിതമാണ് വെച്ചിട്ട് പോയിട്ടുള്ളത്. ഇനി നമ്മുടെ സമയമാണ്. എപ്രകാരം നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. അബ്രഹാമിൻ്റെയും ഹാനോക്കിൻ്റെയും നോവയുടെയും എല്ലാം ജീവിതം നാം കണ്ടു കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിരുന്ന ആ ആത്മീയ നിലവാരം ഇന്ന് നമുക്കുണ്ടോ എന്ന് നാം ഒന്ന് വിമർശനാത്മകപരമായി ശോധന ചെയ്യണം. അപ്രകാരം നാം നമ്മെ തന്നെ ഒരു ശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ആത്മീയ നിലവാരം എന്താണ്. നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് മുൻപേ ഏറ്റവും ഉദാന്തമായ ഒരു മാതൃകാ ജീവിതം നയിച്ചിട്ട് പോയ ഹോശയ്യയുടെ ജീവിതത്തിലേക്ക് കടക്കാം. ബയേരിയുടെ മകനായ ഹോശയ്യ, നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹോശയ്യ എന്ന അങ്ങയുടെ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നും അടിയങ്ങൾക്ക് വേണ്ടി പഠിക്കുവാൻ നീ ഇന്ന് അവസരം തന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മികച്ച ആത്മീയ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ ഹോശയ്യയുടെ ജീവിതം ഒരു പ്രചോദനമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും സാന്നിധ്യവും അടിയങ്ങളുടെ ഒപ്പം ഇരുന്നാട്ടെ. കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും എൻ്റെ ദൈവം സന്ദർശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസ ജീവിതം കർത്താവെ അങ്ങ് ദൃഢീകരിച്ച് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബയേരിയുടെ മകനായ ഹോശയ്യ ഒരു യുവാവായ പ്രവാചകൻ ആയിരുന്നു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ, ഹോശയ്യയുടെ പുസ്തകം പഠിക്കുമ്പോൾ ഹോശയ്യയുടെ കുടുംബകഥയാണ് നാം ഇപ്പോൾ ശ്രവിക്കുവാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പലയിടങ്ങളിലും വളരെ വിചിത്രമായ കൽപ്പനകൾ ദൈവം കൊടുത്തു എന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരുപക്ഷെ ആദ്യം വായിക്കുമ്പോൾ അത് വിചിത്രമായിട്ട് നമുക്ക് തോന്നിയെങ്കിലും എന്നാൽ ഭാവി ജീവിതത്തിൽ അത് നന്മയ്ക്കായി ഉപയോഗപ്പെട്ടു എന്നും കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന് യിരെമ്യാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ വിവാഹം കഴിക്കരുത്. ഒരു യുവാവിനോട് നീ വിവാഹം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ആ യുവാവിൻ്റെ മനസ്സ് എത്രത്തോളം വിഷമിക്കുമല്ലേ. നാം ഈ ഒരു വചനം കാണുമ്പോൾ നമുക്കും തോന്നും, എന്തുകൊണ്ട് ദൈവം യിരെമ്യാ പ്രവാചകനോട് വിവാഹം ചെയ്യരുത് എന്ന് പറഞ്ഞു? എന്തുകൊണ്ട് ഒരു വിവാഹ ജീവിതം യിരെമ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ യഹോവ വിലക്കി എന്നെല്ലാം നമുക്ക് സംശയം തോന്നാറുണ്ട്. എന്നാൽ അതിനുശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, വിവാഹം കഴിക്കാത്തതിൽ സന്തോഷിക്കുന്ന ഒരു യിരെമ്യാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ യെഹെസ്കേൽ പ്രവാചകൻ്റെ പത്നിയെ ദൈവം നീക്കുന്ന ഒരു കഥ നമുക്ക് യെഹെസ്കേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ പഠിക്കുവാൻ സാധിക്കും. യെഹെസ്കേൽ പ്രവാചകനോട് യഹോവയായ ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, ഒരു ഒറ്റ അടിക്ക് നിൻ്റെ കണ്ണിൻ്റെ ആനന്ദം ആയവളെ ഞാൻ എടുത്ത് കളയും. അന്ന് വൈകുന്നേരം യെഹെസ്കേൽ പ്രവാചകൻ്റെ പത്നി മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഹോശയ്യയോട് ദൈവം വളരെ വിചിത്രമായ മറ്റൊരു കൽപ്പന കൊടുക്കുകയാണ്. അത് നീ വിവാഹം കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, മറിച്ച് നീ വിവാഹം കഴിക്കണം. പക്ഷേ നീ വിവാഹം കഴിക്കേണ്ടത് ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അപഥസഞ്ചാരിണിയായ ഒരു വേശ്യാ സ്ത്രീയെ നീ വിവാഹം കഴിക്കണമെന്ന് ഹോശയ്യയോട് ദൈവം പറയുകയാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഹോശയ്യയുടെ ആ ജീവിത കഥയിലേക്ക് പോകാം. വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നു, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു പ്രണയകഥയാണ് ഹോശയ്യയുടെ ജീവിതം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്രണയത്തിൻ്റെ കഥയാണ് ഹോശയ്യയുടെ ജീവിതം നമുക്ക് മുൻപിൽ വരച്ച് കാട്ടുന്നത്. ഹോശയ്യയുടെ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഉസ്സിയാവ്, യോദാവ്,
ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാശിൻ്റെ മകനായ യെരോബയാമിൻ്റെ കാലത്തും ബയേരിയുടെ മകനായ ഹോശേക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. ബയേരിയുടെ മകനായ ഹോശേക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. ബയേരിയുടെ മകൻ എന്നല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഹോശയെ പറ്റി നമുക്ക് അറിയില്ല. എന്നാൽ 753 BC ജെരോബയാം രണ്ടാമൻ്റെ കാലത്താണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വടക്കൻ ഗോത്രങ്ങൾക്ക് വേണ്ടിയാണ് ഹോശിയ പ്രവചനം നടത്തിയത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹോശിയ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ മോക്ഷം എന്ന് ആണ്. ഹോശിയ എന്ന പ്രവാചകനിലൂടെ ഇസ്രായേൽ ജനത്തെ മോക്ഷത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു ശ്രമമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഹോശിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നില്ല. അവർ സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു, പ്രതിരോധ മേഖലയിലും അവർ നല്ല നിലയിലായിരുന്നു. എന്നാൽ ആത്മീയമായി ഏറ്റവും അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു ഹോശിയ പ്രവാചകൻ്റെ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേലിലെ ദൈവമായ യഹോവയെ വിട്ട്, ഏക ദൈവമായ യഹോവയെ വിട്ട് മറ്റ് വിഗ്രഹങ്ങളുടെ, അന്യ ദേവന്മാരുടെ പിന്നാലെ പോയ ഒരു ജനതയായിരുന്നു അന്നത്തെ ഇസ്രായേൽ ജനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവമായ യഹോവയെ വിട്ട് പരസംഗം ചെയ്യുന്ന, ആത്മീയ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേൽ മക്കളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഹോശിയായുടെ ജീവിതം അവിശ്വസ്തയായ ഇസ്രായേലിനോടുള്ള സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം തുറന്നു കാട്ടുന്നു. ഹോശിയ എപ്രകാരം തന്നോട് വിശ്വസ്തത പാലിക്കാത്ത വ്യഭിചാരിണിയായ ഭാര്യയെ സ്നേഹിക്കുന്നുവോ, അതുപോലെ ദൈവം നമ്മെയും സ്നേഹിക്കുന്നു. അതുപോലെ ദൈവം ഇസ്രായേൽ മക്കളെയും സ്നേഹിക്കുന്നു. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് ആത്മീയ വ്യഭിചാരം ചെയ്തുവെങ്കിലും, ആത്മീയ പരസംഗം നടത്തിയെങ്കിലും ദൈവം ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു എന്നതാണ് ഹോശിയയുടെ പുസ്തകം നമ്മോട് വെളിപ്പെടുത്തുന്നത്. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള വാക്യങ്ങൾ ഹോശിയയുടെ വ്യക്തി ജീവിതത്തെ കാണിക്കുകയാണ്. വിശ്വസ്തനായ ഭർത്താവ്, തികച്ചും വിപരീതമായി അവിശ്വസ്തയായ ഭാര്യ. വിശ്വസ്തനായ ഭർത്താവ് എന്ന നിലയിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിൽക്കുമ്പോൾ, അവിശ്വസ്തയായ ഭാര്യയായി ഇസ്രായേൽ മുഴുവൻ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഹോശിയ പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം ബയേരിയുടെ മകനായ ഹോശിയയ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടാവുകയാണ്. യഹോവ ഹോശിയ മുഖാന്തരം സംസാരിച്ച് തുടങ്ങിയപ്പോൾ യഹോവ ഹോശിയോട്, ഇവിടെ യഹോവ ഹോശിയോട് ഒരു കൽപ്പന കൊടുക്കുകയാണ്, ഒരു അരുളപ്പാട് നടത്തുകയാണ്. നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. വളരെ വിചിത്രമായ ഒരു കൽപ്പന യുവാവായ പ്രവാചകനായ ഹോശയ്ക്ക് ദൈവം നൽകുകയാണ്. നീ വിവാഹം കഴിക്കണം, പക്ഷെ നീ വിവാഹത്തിൽ എടുക്കുവാൻ പോകുന്ന ഭാര്യ എന്ന് പറയുന്നത് അവൾ ഒരു വ്യഭിചാരിണി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പരസംഗം ചെയ്യുന്ന ഒരുവളെ നിന്റെ ഭാര്യയായി എടുക്കണം. പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ഹോശയുടെ ജീവിതത്തോട് ദൈവം ഈ കൽപ്പന കൊടുത്തപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ യഥാർത്ഥ ആത്മീയ അധപ്പതിച്ച അവസ്ഥയെ ആണ്. അതിനുശേഷം പറയുകയാണ്, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ ദേശം യഹോവയെ വിട്ടുമാറി കഠിനമായി പരസംഗത്തിൽ, ആത്മീയ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇത് എനിക്ക് അവരോട് പറയണം നീ മുഖാന്തരം. അപ്രകാരമാണ് ഹോശിയോട് ദൈവം കൽപ്പിച്ചത്, നീ പോയി പരസംഗത്തിൽ നിന്ന് ഒരുവളെ നിന്റെ ഭാര്യയായി എടുക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അപ്രകാരം ഹോശിയ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു യുവാവ് ഒരു പക്ഷേ തികച്ചും ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ അവൻ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഒരു പരീക്ഷണമായിരുന്നു ഇവിടെ ഹോശിയയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാലും പൂർണ്ണമായ അനുസരണം, പൂർണ്ണമായ ദൈവാനുസരണം എന്ത് ആണ് എന്ന്,
അല്ലെങ്കിൽ പൂർണ്ണമായ ദൈവാനുസരണം പ്രവൃത്തി പദത്തിൽ എത്തിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു നമുക്ക് മുൻപേ നടന്ന ഹോഷ്യ എന്ന പ്രവാചകൻ. 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അങ്ങനെ അവൻ ചെന്ന് ദിബ്ലേമിൻ്റെ മകളായ ഗോമറിനെ പരിഗ്രഹിച്ചു. ശേഷം പറയുകയാണ്, അങ്ങനെ അവൻ ചെന്ന് വ്യഭിചാരിണിയായ അല്ലെങ്കിൽ അപഥസഞ്ചാരിണിയായ ദിബ്ലേമിൻ്റെ മകളായ ഗോമറിനെ പരിഗ്രഹിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരുപക്ഷെ ഹോശേയ പ്രവാചകൻ എന്ന യുവാവ് അവനൊരു വ്യഭിചാരിണിയായ സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ ആ ദേശത്തിലുള്ള എല്ലാവരും ചോദിച്ചിരിക്കാം, ഹോശേയെ, നീ എന്തുകൊണ്ട് ഈ അബദ്ധം കാണിക്കുന്നു? നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? നിനക്ക് നല്ല പെൺകുട്ടികളെ ലഭിക്കുകയില്ലയോ? നീ എന്തിനാണ് ഒരു വ്യഭിചാരിണിയെ നിന്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തത്? അപ്പോൾ തീർച്ചയായും ഹോശേയ ദൈവത്തിനു വേണ്ടി പറഞ്ഞിരിക്കണം, ഇസ്രായേൽ മക്കളായ നിങ്ങൾ യഹോവയോട് കാണിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങളുടെ സാക്ഷാൽ ദൈവമായ യഹോവയെ വിട്ട് ബാൽ വിഗ്രഹങ്ങൾക്കും അന്യദേവന്മാർക്കും നിങ്ങൾ ധൂപം കാട്ടാൻ പോകുന്നു. അത് ആത്മീയമായ വ്യഭിചാരമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഹോശേയയുടെ ഈ വിവാഹത്തിലൂടെ ഹോശേയ ഒരു വലിയ ഗുണപാഠം, മുന്നറിയിപ്പ് ഇസ്രായേൽ മക്കൾക്ക് നൽകുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ വിവാഹത്തിൽ ഹോശേയ ദൈവമായ യഹോവയെ പ്രതിനിധീകരിക്കുമ്പോൾ വ്യഭിചാരിണിയായ ദിബ്ലേമിൻ്റെ മകളായ ഗോമർ പ്രതിനിധീകരിക്കുന്നത് ഇസ്രായേൽ മക്കളെയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നാം ഇന്ന് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വ്യഭിചാരമെന്ന പാപക്കറ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യഹോവയായ ഏക ദൈവം അല്ലാതെ നമുക്ക് മറ്റ് ആരെങ്കിലും ദേവന്മാരോ മറ്റോ ഉണ്ടോ? നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. അതിനുശേഷവും ഹോശേയയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവചനത്തെ, ദൈവം തൻ്റെ വചനത്തെ, തൻ്റെ മനസ്സിനെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൾ ഗർഭം ധരിച്ച് അവന് ഒരു മകനെ പ്രസവിച്ചു. ഗോമർ ഗർഭം ധരിച്ച് ഹോശേയയ്ക്ക് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവനോട്, അവന് ഇസ്രായേൽ എന്ന് പേർ വിളിക്കുക. അവന് ആദ്യമായി ഒരു ജാതനുണ്ടായപ്പോൾ, അവനൊരു മകനുണ്ടായപ്പോൾ ദൈവം പറയുകയാണ്, നീ അവന് ഇസ്രായേൽ എന്ന് പേർ വിളിക്കുക. ആ വാക്കിൻ്റെ അർത്ഥം ദൈവം ചിതറിക്കും. ദൈവം ഈ മകന് പേര് നൽകുന്നതിലൂടെ ശക്തമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ മക്കൾക്ക് നൽകുകയാണ്. നിങ്ങളുടെ പരസംഗം വിട്ട്, നിങ്ങളുടെ ആത്മീയ വ്യഭിചാരത്തിൽ നിന്ന് മുഖം തിരിച്ച് നിങ്ങൾ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇസ്രായേലാണ്. നിങ്ങളെ ദൈവം ചിതറിക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതിനുശേഷം പറയുന്നു, ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൻ്റെ രക്തപാതകങ്ങളെ യേഹൂ ഗ്രഹത്തോട് സന്ദർശിച്ച് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങി നിങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആസന്നമായി ഒരു ശിക്ഷാവിധിയുണ്ട് എന്ന് ഹോശേയയുടെ മകന് ഈ നാമം നൽകിയതിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് ഇന്ന് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി വ്യഭിചാരം ചെയ്യുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അന്യ ദേവന്മാർക്ക് സ്ഥാനം ഉണ്ടായെങ്കിൽ ഈ നിമിഷം അതിനെല്ലാം എറിഞ്ഞു കളഞ്ഞ് നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം. ഹോശേയയുടെ ജീവിതകഥ വീണ്ടും തുടരുന്നു. 6-ാം വാക്യം പറയുന്നു: അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോ രുഹമ എന്ന് പേർ വിളിക്ക. ഒരു മകന് ശേഷം, ഇസ്രായേൽ എന്ന മകന് ശേഷം അവൾ വീണ്ടും ഗർഭം ധരിച്ച് അവന് ഒരു മകളെ പ്രസവിച്ചു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് ഹോശേയയ്ക്ക് ഉണ്ടായത് എന്തെന്നാൽ, ആ മകൾക്ക് നീ ലോ രുഹമ എന്ന് പേര് ഇടണം. രുഹമ എന്നാൽ കരുണ, ലോ രുഹമ എന്നാൽ കരുണ ലഭിക്കാത്തവൾ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഞാൻ ഇനി ഇസ്രായേൽ ഗ്രഹത്തോട് ക്ഷമിക്കാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺമകൾക്ക് ലോ രുഹമ്മ എന്ന ദൈവം പേര് നൽകിയത്. അവരുടെ പാപങ്ങളില്ല, അവരുടെ ലംഘനങ്ങളിൽ ദൈവം അത്രമേൽ ശുഭിതനായിരുന്നു, അത്രമേൽ മടുത്തിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ലോ രുഹമ്മ, ഇനി നിങ്ങളോട് ഞാൻ കരുണ കാണിക്കയില്ല,
ഇനി നിങ്ങൾ കരുണ ലഭിക്കാത്തവർ ആയിരിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതം നോക്കി ദൈവം എന്താണ് പറയുന്നത്? ലോ റുഹമ്മ, കരുണ ലഭിക്കാത്തവൾ, കരുണ ലഭിക്കാത്തവൻ എന്ന് ആണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോവുക, അവൻ്റെ കൽപ്പനകളിലേക്ക് മടങ്ങിപ്പോവുക. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം നമ്മെ കൈക്കൊള്ളുന്നു. ഹോശയ്യയുടെ ജീവിതം വീണ്ടും വീണ്ടും തുടരുന്നു. 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവൾ ലോ റുഹമ്മയെ മുലകൂടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു. വീണ്ടും രണ്ടാമത് ഒരു മകനെ കൂടി ഗോമർ പ്രസവിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് വീണ്ടും ഉണ്ടായത് എന്തെന്നാൽ, അവന് നീ ലോ അമ്മി എന്ന് പേർ വിളിക്കണം. അമ്മി എന്നാൽ ജനം, ലോ അമ്മി എന്നാൽ എൻ്റെ ജനം അല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഹോശയ്യയുടെ ജീവിതത്തിലൂടെ, ഹോശയ്യയുടെ വിവാഹ ജീവിതത്തിലൂടെ ഇസ്രായേൽ മക്കൾക്ക് വലിയ ശക്തമായ ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുക്കുകയാണ്. ഹോശയ്യയോട് ആദ്യം പറഞ്ഞു, നീ വ്യഭിചാരിണിയായ സ്ത്രീ വിവാഹം കഴിക്കണം. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ മക്കൾ കഠിനമായി പരസംഗം ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരു മകനുണ്ടായപ്പോൾ നീ അവന് ഇസ്രായേൽ എന്ന് പേര് വിളിക്കണം. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ ചിതറിക്കുവാൻ പോകുന്നു. ശേഷം ഒരു മകളുണ്ടായി, അവൾക്ക് നീ ലോ റുഹമ്മ എന്ന് പേര് വിളിക്കണം. കരുണ ലഭിക്കാത്തവർ ആയിത്തീർന്നിരിക്കുന്നു ഇസ്രായേൽ മക്കൾ. അവസാനമായി ഒരു പുത്രൻ ജനിച്ചു. യഹോവ വീണ്ടും പറഞ്ഞു, നീ അവന് ലോ അമ്മി എന്ന് പേര് വിളിക്കണം, എൻ്റെ ജനം അല്ല. അവരുടെ പാപങ്ങളാൽ, ലംഘനങ്ങളാൽ ദൈവം അത്രത്തോളം മുഷിഞ്ഞിരുന്നു, അത്രത്തോളം മടുത്തിരുന്നു. അതുകൊണ്ടാണ് സ്നേഹസമ്പന്നനും ദീർഘക്ഷമയുള്ളവനുമായ ദൈവം പറയുന്നത്, ഇവർ എൻ്റെ ജനമല്ല. ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം അത്രമേൽ അവർ കഠിനമായി പരസംഗം ചെയ്തിരുന്നു, ആത്മീയ വ്യഭിചാരം ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ ഇവിടെ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഹോശയ്യ എന്ന വിശ്വാസത്തെ പ്രവൃത്തി പദത്തിൽ എത്തിച്ച യഹോവയുടെ പ്രതിരൂപത്തെയോ, അതോ ആത്മീയ വ്യഭിചാരം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെയോ? നിങ്ങൾ ഇസ്രായേലിനെ ആണ് അപ്രകാരം പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു, നിന്നെ ഞാൻ ചിതറിക്കും. ദൈവം നിന്നോട് പറയുന്നു, നീ ഇന്നു മുതൽ കരുണ ലഭിക്കാത്തവനാണ്. ദൈവം നിന്നോട് പറയുന്നു, നീ എൻ്റെ ജനം അല്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ എപ്രകാരമാണ്? നമ്മുടെ ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്ന് ആണോ എന്ന് നാം ശോധന ചെയ്യേണ്ടി ഇരിക്കുന്നു. നമുക്ക് വിശ്വസ്തനായ, അല്ലെങ്കിൽ വിശ്വാസത്തെയും അനുസരണത്തെയും പൂർണ്ണമായി പ്രവൃത്തി പദത്തിൽ എത്തിച്ച ഹോശയ്യയെ ഒരു മാതൃകാ പുരുഷനായി കാണാം. അതുപോലെ നമ്മുടെ വിശ്വാസത്തെയും നമുക്ക് നാൾക്കുനാൾ ദൃഢീകരിച്ചുകൊണ്ട് ഇരിക്കാം. ഹോശയ്യയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എൻ്റെ ജനം അല്ലാത്തതിനോട് നീ എൻ്റെ ജനം എന്ന് ഞാൻ പറയും, നീ എൻ്റെ ദൈവം എന്ന് അവരും പറയും. നമ്മുടെ മനസ്സിലെ അന്യവിഗ്രഹങ്ങളെ വിട്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ദൈവത്തിങ്കിലേക്ക് ഓടുകയാണ് എങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: കരുണ ലഭിക്കാത്തവൾക്ക് ഞാൻ കരുണ നൽകും, എൻ്റെ ജനം അല്ലാത്തവനെ ഞാൻ എൻ്റെ ജനം ആക്കും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമുക്ക് മുമ്പിൽ വളരെ വലിയ ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ പാപങ്ങൾ എത്രത്തോളം കടും ചുവപ്പ് ആണെങ്കിലും, അത് രക്താംബരം പോലെ ചുവന്ന് ഇരിക്കുന്ന ഒന്ന് ആണെങ്കിലും, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു പഞ്ഞി പോലെ ഞാൻ അതിനെ വെളുപ്പിക്കും. നമ്മുടെ പാപങ്ങൾ എത്രത്തോളം കാഠിന്യമരുതാണെങ്കിലും ദൈവത്തോട് പശ്ചാത്തപിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഒരു ഭാണ്ഡക്കെട്ടിലാക്കി ആഴത്തിലേക്ക് അവൻ എറിഞ്ഞു കളയും. ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ആഴങ്ങളിലേക്ക് അവൻ എറിഞ്ഞു കളയും. കാരണം അവൻ വാക്കുകളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ്: ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു.
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം അതിലൂടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയാണ്. നാം പാപിയായിരുന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാനായിട്ട്, വീണ്ടെടുപ്പ് വില കൊടുക്കുവാനായിട്ട് യേശു ക്രിസ്തു യാഗമായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവം നമ്മുടെ എല്ലാം സൃഷ്ടിതാവുമാണ്. അതുകൂടാതെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നവനും കൂടിയാണ് നമ്മുടെ ദൈവം. അപ്പോൾ 2 പ്രാവശ്യം 2 തരത്തിൽ നമ്മുടെ മേൽ ദൈവത്തിന് ഉടമസ്ഥ അവകാശമുണ്ട്. 1, അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. 2, അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് അവനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിതം മെനഞ്ഞെടുക്കേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്കുകേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ഇന്ന് എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് എൻ്റെ പ്രമാണങ്ങളെ ആചരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഇന്ന് എൻ്റെ വിധികളെ പാലിക്കുന്നുവെങ്കിൽ, ഈ ഭൂമിയിലൊക്കെയും വെച്ച് നിങ്ങൾ എനിക്ക് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. നാം ഇന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്താണോ? ദൈവം എപ്പോഴും കാണുവാൻ ആഗ്രഹിക്കുന്ന, ദൈവം എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമ്പത്തിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യെശയ്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു: സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചില്ലായിരുന്നുവെങ്കിൽ നാം സൊദോമിനെ പോലെ ആയേനെ, ഗൊമോറയ്ക്ക് സദൃശ്യമായേനെ. നശിച്ച് പോകേണ്ടിയിരുന്ന നമ്മെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവൻ വീണ്ടെടുത്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ അവൻ നമ്മെ വീണ്ടെടുത്ത് യഹോവയായ ദൈവം ശേഷിച്ചിരിക്കുന്ന ഒരു ശേഷിപ്പിൻ്റെ ഭാഗമാകുവാൻ നമ്മെ സഹായിച്ചിരിക്കുകയാണ്. നാം ഇന്ന് ആ ശേഷിപ്പിൻ്റെ ഭാഗം ആണ് എങ്കിൽ നാം ഹോശയ്യായെ പ്രതിനിധീകരിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി ആ ഹോശയ്യായുടെ ജീവിതത്തെ നമ്മുടെ മനസ്സുകളിലേക്ക് ആവഹിക്കാം. അവൻ്റെ മുൻപിൽ ഒരുപക്ഷെ അവൻ അസാധ്യമായിരുന്ന ഒരു ജോലിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവൻ ദൈവത്തെ അനുസരിച്ച്, അവൻ ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയം വെച്ച് ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ തൻ്റെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതാണ് യഥാർത്ഥ വിശ്വാസത്താലുള്ള അനുസരണം. നമുക്കും ദൈവത്തെ വിശ്വസിച്ച് അവനെ പൂർണ്ണമായി അനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് ഓടാം. തീർച്ചയായിട്ടും നമ്മെ സ്വീകരിക്കുവാൻ അവൻ തയ്യാറാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ അവൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയത്തിൻ്റെ വാതിലിനെ നമുക്ക് അവന് വേണ്ടി തുറന്നു കൊടുക്കാം. നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയത്തിൽ നമുക്ക് അവനെ കുടിയിരുത്താം. അങ്ങനെയാകുന്നുവെങ്കിൽ ദൈവം പറയുന്നു, നീ എൻ്റെ ജനം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തൊക്കെ നോക്കി ഒരു ഭവനമായിട്ട് കാൽവരി കുരിശിലേക്ക് പോയി യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്താലുള്ള ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവേ, ഒരു ഭവനമെന്നോണം ഇന്ന് കാൽവരി കുരിശിൻ്റെ അടുത്തേക്ക് അടിയങ്ങൾ വരുന്നു. ക്രിസ്തുയേശുവിൻ്റെ രക്തം കൊണ്ട് നീ അടിയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. നിന്നോടുള്ള വിശ്വാസത്താൽ നിന്നെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുവാൻ നീ അടിയങ്ങളെ പ്രാപ്തരാക്കണം. സകല മാനവും മഹത്വവും അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.